മനോഹരമായ ഒരു ബറോസ് സായാഹ്നത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു ചിത്രരചനാ മത്സരം, 1000 കുട്ടികളും ബറോസും, പിന്നെ ഒരു ട്രഷർ ഹണ്ട്. ഇതിലെ വിജയികളെ നമ്മൾ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കും. അവർക്ക് നമ്മൾ സമ്മാനങ്ങൾ ദാനം ചെയ്യും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ മത്സരത്തിൽ, പ്രത്യേകിച്ച് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ വിജയികളാണ്. ലാലേട്ടൻ ഇവരുടെ എല്ലാ ചിത്രങ്ങളും മോളിൽ പോയി എല്ലാ ചിത്രങ്ങളും നേരിട്ട് കണ്ടു. ചില ചിത്രങ്ങൾ വളരെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിങ്ങളെല്ലാവരും തന്നെ വിജയികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾക്കൊപ്പം പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഒരു സർട്ടിഫിക്കറ്റ് മനോരമ ഓൺലൈൻ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിൽ പരാജയമോ വിജയമോ ഒന്നുമില്ല. ഇതൊരു നമുക്ക് ലാലേട്ടനൊപ്പം കുറച്ച് സമയം വളരെ സന്തോഷത്തോട് ചിലവഴിക്കാൻ സാധിക്കുന്ന ഒരു അസുലഭ നിമിഷങ്ങളാണ് ഇതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം, ബറോസ് എന്ന മൂവിയിലൂടെ ലാലേട്ടൻ വളരെ വ്യത്യസ്തമായ ഒരു വേഷം അണിയുന്നുണ്ട്. ഞങ്ങൾ പത്രക്കാരൊക്കെ അഭിനയ വൈവിധ്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഒരു 100 കണക്കിന് വേഷങ്ങൾ അഭിനയിച്ച് കാണിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ലാലേട്ടൻ. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹം ഒരു സംവിധായകൻ്റെ വേഷം കൂടി അണിയുകയാണ്. നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലായി ആ സിനിമയുടെ മികവ്. ആ ഒരു കാര്യത്തിൽ അദ്ദേഹം 100% വിജയമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തയാഴ്ച നമുക്ക് തിയേറ്ററുകളിൽ പോയി ആ സിനിമ ആസ്വദിക്കാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു പരിപാടി, വേറൊരു കാര്യം ഈ സിനിമയെപ്പറ്റി പറയാനുള്ളത്, ഈ സിനിമ കുട്ടികൾ കൂടി ആസ്വദിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കുട്ടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കയ്യിലെടുക്കണമെങ്കിൽ അതിന് വളരെ വ്യത്യസ്തമായ ഒരു തീമുണ്ടായിരിക്കണം, വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം, വ്യത്യസ്തമായ ഫിലിം മേക്കിംഗ് ഉണ്ടാവണം, ഷൂട്ടിംഗ് ഉണ്ടാവണം, എഡിറ്റിംഗ് ഉണ്ടാവണം, എല്ലാം വ്യത്യസ്തമായിരിക്കണം. പക്ഷേ ഇതിലെല്ലാം ലാലേട്ടൻ ഈ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ആദ്യത്തെ സംരംഭം തന്നെ ഇങ്ങനെ ഒരു കുട്ടികൾക്ക് വേണ്ടി കൂടി ഒരു ചിത്രം നിർമ്മിക്കുന്നതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ ഒരു ചടങ്ങിലേക്ക് ലാലേട്ടനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലാലേട്ടനോടൊപ്പം തന്നെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ശ്രീ ആൻ്റണി പെരുമ്പാവൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു പരിപാടി ഇത്ര മനോഹരമായി ഇവിടെ നടത്താൻ ഞങ്ങളോട് സഹകരിച്ചത്. ടോം ജോസഫും ജെയിൻ യൂണിവേഴ്സിറ്റിൻ്റെ മറ്റ് ഭാരവാഹികളും എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ വന്നിട്ടുള്ള കുട്ടികൾ, അത് നഴ്സറി തൊട്ട് +2 വരെയുള്ള കുട്ടികളുണ്ട്. ഈ കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കൾ, ഇവരെല്ലാം ഞാനിവിടെ 2 മണിക്ക് വന്നപ്പോൾ തൊട്ട് ഇവർ ഇതേ ഒരു എനർജിയിലൂടെ നിൽക്കുകയാണ്. ലാലേട്ടനെ കണ്ടപ്പോൾ അവരുടെ എനർജി 10 മടങ്ങായി ഉയർന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള അവരെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യണം. അവരെയും അവരുടെ ബന്ധുക്കളെയും അവരുടെ മാതാപിതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിയുടെ വിജയത്തിനായി കുറേ ദിവസങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൊളീഗ്സായ മനോരമ ഓൺലൈൻ ടീമിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ലാലേട്ടനെ കാണാനിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.